അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എന്തുകൊണ്ട് ആക്ടിങ്ങിലുള്ള ആളുകൾ മാത്രം കൂടുതലായിട്ട് വരുന്നു? അവര് കൂടുതൽ നാളുകളെ ആക്ട് ചെയ്ത് നിൽക്കില്ല എന്നുള്ളത് എന്താ ഉറപ്പ്? അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. എല്ലാത്തിലും ഈ സാധാരണക്കാരൻ അവർ ആക്ടേഴ്സ് എന്നുള്ളൊരു ഒരു വേർതിരിവ്. ആക്ച്വലി യു ആർ ബിക്കമിങ് എ റൈസിസ്റ്റ്. ഈ 4 ആൾ കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ, അത് ഈ ചുപ്പറുണ്ടത് വേണ്ട. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പൊളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സണലാക്കി കളിഞ്ഞ. ഇതിൽ ആരെങ്കിലും അനീഷ് ഒരു ആക്ടർ അല്ല എന്നുള്ളതിന്റെ പേരിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ കാണിച്ചതായിട്ട് അനീഷിന് തോന്നി? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചുരുട്ടി കൂട്ടും ഞാൻ. അവിടെ ആൻസർ ഉണ്ട്. പക്ഷേ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഒരു തമ്മിൽ തലേ കയറുന്നു. ഇതിൽ എത്ര ആക്ടേഴ്സ് ഉണ്ട്? കോയിന്നുംകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ?